ചെമ്പനിപ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം അച്ഛമ്മ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് സച്ചിയാണ് കാർ എടുത്തിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. ആള് മുഖം ഇങ്ങനെ ഏറ്റിപ്പിടിച്ചിങ്ങനെ ഇരിക്കുവാണേ. അച്ഛമ്മയുടെ അടുത്ത് ഒന്നും സംസാരിക്കുന്നുമില്ല. അത് അച്ഛമ്മ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് സച്ചി, നിനക്ക് സുഖമില്ലേ എന്നുള്ള കാര്യം. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛമ്മ എന്ന് സച്ചി പറയുമ്പോൾ, പിന്നെന്തിനാണ് നീ മുഖത്ത് നീര് വന്നതുപോലെ ഇങ്ങനെ ഏറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ നിനക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛമ്മ, എന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? അച്ഛമ്മയുടെ മുഖം കണ്ടാൽ തന്നെ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പോകുന്നുള്ള കാര്യമാണ് ഈ സച്ചി പറയുന്നത്. പിന്നെന്തിനാണ് നീ മുഖം ഇങ്ങനെ ഏറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും, അത് അച്ഛമ്മ ഇന്നലെ രാത്രി ട്രിപ്പ് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി, അതിന്റെ ഉറക്കക്ഷീണായെന്ന് പറയുന്നുണ്ടേ. അങ്ങനെയായിരുന്നെങ്കിൽ സച്ചി നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാന് ഓട്ടോ പിടിച്ച് വരില്ലായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി, അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടിരുന്നതല്ലാതെ എനിക്ക് അതിനേക്കാൾ വലിയ എന്ത് ജോലിയാ ഉള്ളതെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവൊക്കെ എടുക്ക്, അല്ലാതെ എപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കരുത്. അതിനും കൂടുതലായിട്ട് നമ്മുടെ സച്ചി ഒന്നും പറയുന്നില്ല കേട്ടോ. ശരി അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. തുടർന്ന് കാറ് ഒരു സിഗ്നലില് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സിഗ്നലില് കാറ് നിർത്തിയതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബൈക്കില് ഹസ്ബൻഡും വൈഫും പോകുന്നുണ്ട്. വൈഫാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വർണ്ണമൊക്കെ കഴുത്തിലിട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അച്ഛമ്മ, ഇത് നോക്കണ സച്ചി, ആ പെണ്ണ് എന്തോരം സ്വർണ്ണമാണ് കഴുത്തിലിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. കാലം അത്രയും മോശമാണ്. ഇങ്ങനെ അവളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കള്ളൻ അവളുടെ വീട്ടുപടിക്കൽ വരെ പോകുന്നുള്ള കാര്യം തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ചിരിക്കുമ്പോഴേക്കും, എന്ത് ചെയ്യാനാണ് അച്ഛമ്മേ, ഇപ്പോഴത്തെ ആൾക്കാർക്ക് തനിക്ക് ഇത്രയും സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം അണിഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ അത് വലിയ അഭിമാനമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണ്. ആർക്കറിയാം, ഒരുപക്ഷെ അത് കവറിംഗ് സ്വർണ്ണം ആയിരിക്കാനും സാധ്യതയുണ്ടെന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ടേ. അപ്പോഴേക്കും സിഗ്നൽ വീണിട്ട് കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത് സ്വർണ്ണമാണോ അതോ കവറിംഗ് ആണോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോലും പറ്റില്ല. അത് അച്ഛമ്മ പറഞ്ഞത് ശരിയാണ് എന്നും അത് വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ കളിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നത് സച്ചി പറയാണേ. എന്നാ ഇത് കേട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അവളിട്ട സ്വർണം തങ്കമാണോ അതോ സ്വർണ്ണമാണോ എന്നുള്ള കാര്യം നീ എന്തിനാ കണ്ടുപിടിക്കുന്നത്? അത് ഏതോ ഒരു പെണ്ണല്ലേടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും, അത് ശരിയാണ് അച്ഛമ്മേ, അത് ഏതോ ഒരുത്തി, ഞാനെന്തിനാ അതിന്റെ പുറകെ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സച്ചി മനസ്സിൽ ഉദ്ദേശിച്ചത് രേവതിയുടെ സ്വർണം കവറിംഗ് ആയതിനെ കുറിച്ചാണ്. നീ എന്തോ പാതി മയക്കത്തിലാണെന്നുള്ള കാര്യം തോന്നുന്നത്. എന്തായാലും നാട്ടിലുള്ള അമ്പലത്തിൽ നിന്ന് പ്രസാദം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വീട്ടിലെത്തിയതിനു ശേഷം തൊട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. തുടർന്ന് അവര് വീടിന്റെ മുമ്പിൽ കാർ ഇറങ്ങാണ്. അപ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ അമ്മയെ വെയിറ്റ് ചെയ്ത് മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. കാറിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെ പിറന്നാൾ ആശംസകൾ എന്ന് പറയുകയാണേ. ഇതുപോലെ തന്നെ അമ്മ 100-200 വർഷം നല്ല ആയുസോട് കൂടി ഇരിക്കണം എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി അച്ഛനോട് പറയുന്നത്, അച്ഛ ഒരു 1000 എന്നുള്ള കാര്യം പറയേ എന്നാണ്. ഇത് കേട്ട അച്ഛമ്മ, ഞാനെന്താടാ ആൽമരം മറ്റാണോ 1000 ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട്? ഈ വീട്ടിലെ ആൽമരമാണ്, അമ്മയാണ് ഈ വീട്ടിലെ എല്ലാവർക്കും തണൽ തരുന്നതെന്നൊക്കെ രവി പറയുന്നുണ്ട്. അതേസമയം അടുക്കളയിൽ ആരതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ രേവതി. അത് കണ്ടു വന്ന ചന്ദ്ര ഇതെങ്ങോട്ടാ എടുത്തോണ്ട് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ താഴെ വന്നിട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് ആരതി എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുകയാണേ. അതിന് നീ വേണം ആരതി എടുക്കാൻ വേണ്ടിയിട്ട്, ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അത് കഴിഞ്ഞ് വർഷ, ശ്രീകാന്ത് എല്ലാരും വാ, അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറയുകയാണേ. വന്നുടനെ വർഷ അച്ഛമ്മയെ പുറത്തു പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. വേണോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി ചേർന്ന് പുറത്തേക്ക് വരുവാണ്. രേവതിയും അവരുടെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അതേസമയം അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് സച്ചി പറയുന്നുണ്ട്, ആരതി എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവള് വരട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് കണ്ണു പറ്റി കാണും. എന്തായാലും അച്ഛമ്മ അവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം ശ്രീകാന്താണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അതിന്റെ പുറകെ സുധിയും പിന്നെ ചന്ദ്ര വാ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാൽ രേവതി ആണെങ്കിൽ മാത്രം അവിടെ കുറച്ച് മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വർഷേ, ശ്രുതി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അമ്മയ്ക്ക് ആരതി എടുക്കുമെന്ന് പറയാണേ. താലം എന്നിട്ട് രണ്ടുപേരുടെയും കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേര് മാത്രം എടുക്കുന്നത്, രേവതി എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അച്ഛമ്മ പറഞ്ഞു കേട്ട ഉടനെ തന്നെ രേവതിയെ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. രേവതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രേവതി മോളെ എങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വേണ്ട, അവർ രണ്ടുപേരും കൂടി ആരതി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അച്ഛമ്മേ, ആരതി റെഡിയാക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും രേവതി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക.
പക്ഷെ നടുക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ചന്ദ്രയെ നോക്കിയിട്ട് പറയാണേ. അത് കേട്ട ഉടനെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ രേവതിയുടെ അടുത്ത് വരാൻ വേണ്ടി പറ എന്ന് പറയാണേ. രേവതിയെ വിളിക്കാനുള്ള മടിക്ക് ചന്ദ്ര പറയുന്നുണ്ട് ഇത് ഇവർ രണ്ടുപേരും കൂടി എടുക്കട്ടെ എന്നുള്ള കാര്യം. പക്ഷെ അച്ഛമ്മ വിടുവോ? ഈ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന മരുമകളാണ് രേവതി. ഇവര് 3 പേരും കൂടി എടുക്കുന്നതാണ് എനിക്ക് സന്തോഷം. രേവതി മോളെ അമ്മ പറയുന്നത് കേട്ടില്ലേ, നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതേസമയം വർഷയും പറയുന്നുണ്ട് രേവതി ചേച്ചി വാ ചേച്ചി നമുക്ക് 3 പേർക്കും കൂടി എടുക്കാം എന്ന് പറയാണേ. തുടർന്ന് സച്ചിയും പറയാണ് എല്ലാവരും പറയുന്നത് കേട്ടില്ലേ രേവതി, നീ വാ എന്ന് പറയുമ്പോഴും അപ്പോഴും രേവതി മടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ തുടർന്ന് വർഷ പറയുന്നത് രേവതി ചേച്ചി വാ, എനിക്കിതൊന്നും എടുക്കാൻ അങ്ങനെ കറക്റ്റ് അറിയില്ല, ചേച്ചിയും കൂടി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ രേവതി സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ അരികിലേക്ക് ചെന്നിട്ട് 3 പേരും കൂടി ചേർന്ന് അച്ഛമ്മയ്ക്ക് ആരതി എടുക്കുകയാണ്. ഉള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് അച്ഛമ്മ അവിടെ തന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണുന്നത്. അത് കണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ അന്താളിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് സന്തോഷമായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആയടാ എന്നുള്ള കാര്യം അച്ഛമ്മ പറയുന്നുണ്ട്. ഇതെല്ലാം അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുകയാണേ. ഞങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് എന്നുള്ള കാര്യം പറയുമ്പോ കാരണവന്മാർ ചെയ്ത പുണ്യം മക്കൾക്ക് വന്ന് ചേരും എന്നുള്ള കാര്യം പറയില്ലേ. അച്ഛമ്മ ചെയ്ത പുണ്യങ്ങളെല്ലാം ഇനിയും പല വർഷങ്ങള് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രീകാന്തും അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛമ്മയ്ക്ക് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇഷ്ടമായോ എന്നുള്ള കാര്യം. ഇഷ്ടമായടാ, ഇതെല്ലാം അച്ഛൻ ഇന്നലെ രാത്രി നോക്കിയും കണ്ട് ചെയ്തതാണ്. എന്തിനാടാ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് രേവതി അച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ള കാര്യം പറയുമ്പോ അച്ഛമ്മ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ ദീപാവലി ഓണം വിഷു ഇതൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസമാണ്. അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും കുശുമ്പ് കയറി ചന്ദ്ര പറയുന്നുണ്ട് അതേ അമ്മേ, ഇത്രയും നാളായിട്ടും എൻ്റെ പിറന്നാളിന് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല രവിയേട്ടൻ. നമുക്ക് വേണ്ടിയിട്ട് ഒരാള് ഇങ്ങനെ ചെയ്യണമെന്ന് ചന്ദ്രയെ ഒരിക്കലും നമ്മള് പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ സ്നേഹം കണ്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ എങ്ങനെ ചെയ്യണം. മര്യാദയും ഗൗരവവും നമ്മളെ തേടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. നമ്മള് അതിനെ തേടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കിട്ടില്ല. അത് കഴിഞ്ഞ് വർഷയാണെങ്കിൽ അച്ഛമ്മയെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് 80 വയസ്സായി എന്നുള്ള കാര്യം ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോഴും യങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അച്ഛമ്മയുടെ ബ്യൂട്ടിയുടെ രഹസ്യം എന്താന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴേക്കും എന്താ ശ്രീകാന്ത് ഇവള് പറയുന്നതെന്ന് ചോദിക്കുകയാണെ അച്ഛമ്മ. അച്ഛമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നാണ് വർഷ ചോദിച്ചതെന്ന് ശ്രീകാന്ത് ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്. അതെ അച്ഛമ്മേ, എൻ്റെ ഒരുപാട് ക്ലയൻസ് 40 വയസ്സ് കഴിയുമ്പോഴേക്കും മുട്ടുവേദന, കാലുവേദന, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അച്ഛമ്മ ഈ പ്രായത്തിലും യങ്ങായിട്ട് ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. ഇതില് ഇപ്പൊ എന്ത് രഹസ്യമുള്ളത്? ഒരേ സ്ഥലത്ത് ഇരുന്നിടത്ത് ഇങ്ങനെ അനങ്ങാണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മായിമ്മയെ പോലെ ആട്ടുകല്ല് പോലെ ആവുന്നുള്ള കാര്യം പറയുകയാണെ അത് ചന്ദ്രയ്ക്ക് നൈസായിട്ട് പണി കൊടുത്തതാണ്. പ്രായമൊന്നും ഞാൻ നോക്കാറില്ല, എപ്പോഴും പാടത്തും പറമ്പത്തും ഒക്കെ ഞാൻ നന്നായിട്ട് പണിയെടുക്കും. അപ്പോ ഫാമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ യങ്ങായിട്ടിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് വർഷ ചോദിക്കുമ്പോൾ അത് മാത്രം പോരാ, നമ്മുടെ മനസ്സിലെ ചിന്തകളും മനസ്സിലെ നന്മയും വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം അച്ഛമ്മ പറയുകയാണേ. അച്ഛമ്മ പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ ചെറുപ്പത്തിൽ അച്ഛമ്മയെ ഞാൻ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് അച്ഛമ്മ ഇപ്പോഴും ഇരിക്കുന്നതെന്ന്. അച്ഛമ്മേ, എൻ്റെ ഈ വയസ്സിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റുമെന്ന് പോലും അറിയില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് നീ എപ്പോഴും റാണിയെ പോലെ നടക്കൂ എന്നൊക്കെ രേവതിയുടെ അടുത്ത് അച്ഛമ്മ പറയാണ്. എന്തായാലും അമ്മ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയെ രവി കൊണ്ടുപോയിട്ട് ഇരുത്തുന്നൊക്കെയുണ്ട്. അമ്മേ, ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനിയും മക്കള് എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് രവി പറയുന്നത് കേട്ട് അച്ഛമ്മ അതൊക്കെ എനിക്ക് അറിയാടാ, എൻ്റെ പേരക്കുട്ടികളല്ലേ, അപ്പോ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അതിനെക്കുറിച്ച് തനിക്ക് അറിയാമെന്നും വീട്ടിലേക്ക് വിളിച്ചിട്ട് അച്ഛമ്മ എല്ലാവർക്കും വിരുന്നൊരുക്കാൻ വേണ്ടി പോകുന്നു അതല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ. എനിക്ക് എന്തായാലും അച്ഛമ്മയെ കട വിട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്നും കൂടി പറയുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കെന്താടാ എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും തിന്നുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണോ ചിന്ത എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. തുടർന്ന് ശ്രീകാന്ത് അച്ഛമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, അതല്ലേ കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതല്ല ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം. അച്ഛമ്മേ, എല്ലാവരും കൂടി ചേർന്നിട്ട് എവിടെയെങ്കിലും പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ചാണോ പറഞ്ഞതെന്ന് വർഷ ചോദിക്കുമ്പോൾ ഈ നാട്ടിൽ എനിക്ക് വർഷയെ എന്താ അറിയാന്ന് ചോദിക്കുകയാണേ. അങ്ങനെയാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുന്ന കാര്യത്തെക്കുറിച്ചാണോ അച്ഛമ്മ പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് നാട്ടിലേക്ക് പോലും വരില്ല എന്നാ പറഞ്ഞത്, എന്നിട്ടാണോ പിന്നെ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുന്നത്? അമ്പലത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതുകൊണ്ട്, പക്ഷേ
ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം അതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ അച്ഛമ്മേ ചെറുപ്പത്തില് ഞങ്ങൾ 3 പേർക്കും കൂടി എന്തെങ്കിലും കോമ്പറ്റീഷൻ വെച്ചിട്ട് അച്ഛമ്മ ഗിഫ്റ്റ് കൊടുക്കില്ലേ, അതുപോലെ എന്തെങ്കിലും ആണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. എടാ സച്ചി, നീ മാത്രമാണ് എന്റെ മനസ്സ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം നീ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തായാലും ഇനി താൻ തന്നെ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എന്റെ മനസ്സ് നിറയ്ക്കുന്ന ഗിഫ്റ്റ് തരുന്ന ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് എന്ന കാര്യം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അത് എന്ത് ഗിഫ്റ്റാണ് അമ്മ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് സ്വകാര്യമായിട്ട് അത് തരുന്ന സമയത്ത് നിനക്ക് മനസ്സിലായിക്കോളെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്ര ആകെ നാണം കെട്ട അവസ്ഥയിലാവാണ്. നിങ്ങൾ ആരും എനിക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ തരുന്ന ആ പ്രൈസിൽ നിങ്ങൾ എത്രത്തോളം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എന്നെ മനസ്സിലാക്കിയവർക്ക് ആ പ്രൈസ് കിട്ടും. അമ്മ എപ്പോഴും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എല്ലാവരും ഇനിയിപ്പോ അതെന്താന്നുള്ള കാര്യം ആലോചിച്ചിട്ട് തല പുകയ്ക്കുന്നുണ്ടാവുമെന്ന് പറയുകയാണേ. ഇനി അമ്മ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയും കൂട്ടിയിട്ട് നമ്മുടെ രവി റൂമിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വശത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അച്ഛമ്മ പോയി കഴിഞ്ഞതിന് ശേഷം സുധി അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛമ്മ എന്ത് ഗിഫ്റ്റാണ് തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയോ എന്ന്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മ ഓരോ കാര്യങ്ങൾ പറയും. എന്തായാലും കാര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് അടുക്കളയിൽ നിന്നിട്ടും സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. സച്ചിയേട്ടൻ എന്താ ഇത്രയും ആലോചിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തായാലും അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുകയാണേ. അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത്ര വലിയ എന്ത് കാര്യം നമുക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക. അതിന് സച്ചിയേട്ടൻ നമുക്ക് അച്ഛമ്മയുടെ ഒരു ഗിഫ്റ്റും വേണ്ട, അച്ഛമ്മയുടെ സ്നേഹവും അനുഗ്രഹവും മാത്രം പോരെയെന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ എപ്പോഴും ഉണ്ടാവും എന്ന് പറയണേ. എന്തായാലും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും അച്ഛമ്മയുടെ പിറന്നാൾ ദിവസമായിട്ട് സച്ചിയേട്ടൻ പുറത്തു പോവാണോ എന്ന് ചോദിക്കാൻ കേട്ടോ രേവതി. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വർണം കവറിംഗ് ആയിട്ട് മാറിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, എന്തായാലും സച്ചിയേട്ടൻ പെട്ടെന്ന് ഫംഗ്ഷന് മുമ്പ് തന്നെ എത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ്. സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. ചെറിയൊരു ജോലിയുണ്ട് അച്ഛമ്മ എന്ന് പറയുകയാണേ. ഇതിനു വേണ്ടിയിട്ടാണോടാ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എന്റെ പിറന്നാൾ ദിവസം എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സച്ചി നീ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് രവിയും ചോദിക്കുമ്പോഴേക്കും ചെറിയൊരു ജോലിയുണ്ട് അച്ഛാ, പെട്ടെന്ന് വരും എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. എന്തായാലും രവി അവൻ പോയിട്ട് വരട്ടെ, അവന്റെ ജോലി കാര്യങ്ങൾ നോക്കണല്ലോ. ഞാൻ കാരണം അവന് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. അവൻ എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ശരി അച്ഛമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അമ്മയ്ക്ക് എന്തോ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതെന്തായാലും തരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോട് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം വരുന്നുണ്ട്. പോവാണെന്ന് പറഞ്ഞിട്ട് സങ്കടത്തോട് കൂടിയിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. തുടർന്ന് ശ്രുതിയെയും ശ്രുതിയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഈവനിങ്ങിന് മുമ്പ് ചെയ്ത് തീർത്തേക്കൂ, അച്ഛമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് മുമ്പ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതിനെക്കുറിച്ചൊന്നല്ല കേട്ടോ ചിന്തിക്കുന്നത്, അച്ഛമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അച്ഛമ്മ തരാൻ വേണ്ടി പോകുന്ന ഗിഫ്റ്റ് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ വലിയ 2 അപ്പാർട്ട്മെന്റ്സ് മേടിച്ചു തരുന്നുള്ള കാര്യം പറയണേ. ആണോ ശരിക്കും എന്നുള്ള കാര്യം ഒരു പൊട്ടനെ പോലെ ചോദിക്കാണ് കേട്ടോ ശ്രുതി എനിക്കെങ്ങനെ അറിയാം നിന്റെ അച്ഛമ്മ എന്താ തരുന്നുള്ള കാര്യം നിനക്കല്ലേ അറിയാന്നുള്ള കാര്യം ശ്രുതി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് 3 പേർക്കും എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ വെച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് പ്രൈസ് കൊടുക്കും. അതിൽ ശ്രുതിക്ക് എപ്പോഴെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഇല്ല, അത് എപ്പോഴും ആ സച്ചിക്കേ കിട്ടാറ്, സച്ചി എങ്ങനെയെങ്കിലും കവളിപ്പിച്ചിട്ട് വിൻ ചെയ്യും എന്നുള്ള കാര്യം പറയണേ. അങ്ങനെയാണെങ്കിൽ ഇത്തവണ സച്ചിക്ക് തന്നെയായിരിക്കും കിട്ടുന്നത് എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അച്ഛമ്മയുടെ മനസ്സ് തൊടുന്ന രീതിയിലുള്ള സമ്മാനം കൊടുക്കുന്നത് ആർക്കാണോ അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. നമ്മളെന്തായാലും സാരി മേടിച്ചു വെച്ചില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ സാരി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ പ്രൈസ് കിട്ടില്ല, അതിനു വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ എന്താന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ശ്രുതി ചോദിക്കുകയാണ്. ഇതാ കണ്ടോ, അച്ഛമ്മയ്ക്ക് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയണേ. അച്ഛമ്മ വില്ലേജിലുള്ള ആളല്ലേ, ഇതൊന്നും അച്ഛമ്മയ്ക്ക് ഇഷ്ടാവില്ല എന്ന് പറയുമ്പോൾ നീ ഏത് ജനറേഷനിലാണ് ഉള്ളത്? ഇപ്പോഴത്തെ കാലത്ത് വില്ലേജിലുള്ള ആൾക്കാരാണ് കൂടുതൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്നത്. ഇന്ന് അച്ഛമ്മയുടെ ബർത്ത്ഡേ കൂടിയല്ലേ, അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് ഞാൻ ഇന്ന് സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഇതൊന്നും കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടില്ല ശ്രുതി, വേറെ എന്തെങ്കിലും മേടിക്കണോ എന്നുള്ള കാര്യം പറയാണേ.
അച്ചമ്മയ്ക്ക് എന്താണ് ഇഷ്ടാവുക എന്നുള്ള കാര്യം ശ്രുതിക്കല്ലേ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുക. കാരണം ശ്രുതിയല്ലേ ഈ വീട്ടിലെ മൂത്ത പേരക്കുട്ടി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും നന്നായിട്ട് ശ്രുതി ഒന്ന് ആലോചിച്ച് നോക്കുന്ന പറയാണേ. കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം ശ്രുതിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടേ. പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തില് അച്ഛൻ ഒരു നവരത്ന മാല കഴുത്തിൽ അണിയുമായിരുന്നു. അത് എവിടെയോ കളഞ്ഞു പോയി. എന്തായാലും നമുക്ക് അത് മേടിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോ അത് മേടിച്ചു കൊടുക്കുക, എന്തായാലും അത് അച്ഛമ്മയുടെ മനസ്സ് തൊടുന്നത് പോലെ ആയിരിക്കും എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ശരി, എന്തായാലും നമുക്ക് പോയി മേടിക്കാം എന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഇന്നലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു സാരി മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അല്ല, നമ്മൾ മാല വാങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ, അതുകൊണ്ട് ഇത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാശ് ലാഭിക്കാലോ എന്ന് പറയുമ്പോഴേക്കും ഇത്രയും ദാരിദ്ര്യം കാണിക്കുന്ന ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതി ഇങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി മനസ്സോട് കൂടിയിട്ട് ആ സാരിയും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ കാണിക്കുന്നത്. രവി റൂമിൽ എന്തോ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. രവിയേട്ടൻ എന്താ തെരയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡെക്കറേഷന്റെ കുറച്ച് ബാക്കി ബലൂൺസ് ഉണ്ടായിരുന്നു, അത് നോക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി ഇന്നലെ ഡെക്കറേഷൻ ചെയ്തില്ലേ? ശരി, അതൊക്കെ വിട്, നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പുറത്ത് കുറച്ചും കൂടി ഡെക്കറേഷൻസ് ബാക്കിയുണ്ട്, ബലൂൺ കെട്ടാൻ വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ അതല്ല രവിയേട്ടാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ അമ്മയുടെ പിറന്നാളിന് നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ വായെന്ന് കേൾക്കുമ്പോൾ രവി ഇങ്ങനെ അന്താളിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണേ. രവിയുടെ ആ നോട്ടമൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അല്ല ചന്ദ്രേ, നീ തന്നെയാണോ ഇത് ചോദിക്കുന്നത്? നീയൊന്ന് അടുത്തേക്ക് വായെന്ന് പറയുമ്പോ എന്തിനാന്ന് ചോദിക്കുന്നുണ്ടേ. അല്ല, ഒന്ന് നുള്ളി നോക്കാൻ വേണ്ടിയിട്ടാണ്. നീ തന്നെയാണോ ഇത് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ ചുമ്മാ കളിക്കാതെ രവിയേട്ടാ. നിങ്ങള് അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോ അത് അമ്മ ഗിഫ്റ്റ് ഒന്നും മേടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ലെങ്കിലും അമ്മ അങ്ങനെയല്ലേ പറയുള്ളൂ. അമ്മ നിങ്ങളെ 10 മാസം ചുമന്ന് പെറ്റതാണ്. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോ നീ എന്താ ഞാൻ ജനിച്ച ഹോസ്പിറ്റലിലെ നഴ്സിനെ പോലെ പ്രസവം കണ്ട എക്സ്പീരിയൻസ് പോലെ പറയുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ രവി. എല്ലാ അമ്മമാരും 10 മാസം തന്നെയാണ് മക്കള് ചുമക്കുന്നത് എന്നുള്ള കാര്യം രവി പറയുന്നുണ്ടേ. അയ്യോ രവിയേട്ടാ, രവിയേട്ടൻ ഒരേ ഒരു മകനല്ലേ അമ്മയ്ക്ക്? ഇത് ചന്ദ്ര പുതിയൊരു കണ്ടുപിടുത്താണോ എന്നുള്ള കാര്യം രവി ഇങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് വേറെയാണല്ലോ, അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അമ്മ ഒന്നും വേണ്ടെന്നൊക്കെ തന്നെ ആയിരിക്കും പറയാ, പക്ഷെ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മ സന്തോഷിക്കില്ലേ? അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചോദിക്കാനുണ്ട് നമ്മുടെ ചന്ദ്ര. നീ അമ്മയുടെ മരുമകളല്ലേ, എന്നിട്ട് നിനക്കറിയില്ലേ അമ്മയുടെ ഇഷ്ടം എന്നുള്ള കാര്യം തിരിച്ച് രവി ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. രവിയേട്ടൻ തന്നെ പറ, അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് നമുക്ക് കൊടുക്കണമെന്ന് പറയണേ. ഇത് കുറച്ച് ഓവറല്ലേ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും 80ാമത്തെ വയസ്സല്ലേ അമ്മയ്ക്ക്, അപ്പോ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. ചന്ദ്രയുടെ സംസാരമൊക്കെ കേട്ടിട്ട് രവി വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ രവിയേട്ട ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണെ. അല്ല, അമ്മയുടെ മനസ്സ് നിറയ്ക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് അമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് സ്നേഹമില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നിന്നെ കുറിച്ച് ചന്ദ്ര എനിക്കറിയില്ലേ, അല്ലെങ്കിലും ഞാൻ നല്ല ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്ന് പറയണേ. എന്തായാലും നിങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്തായാലും അമ്മയുടെ മനസ്സ് തൊടുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഞാൻ അവരുടെ മരുമകളാണ്, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കടമ എനിക്കുണ്ട്. ഇത്ര നാളായിട്ട് എന്താണ് ചന്ദ്രേ നിന്റെ കടമകളെല്ലാം കോമയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കുകയാണേ. ഇത്രയും നാളായിട്ട് അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ഫോൺ ചെയ്തിട്ട് പോലും ചോദിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് എനിക്ക് അമ്മയോട് സ്നേഹമില്ല എന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും എന്റെ അമ്മയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോളാം, പോടുന്നെന്ന് പറഞ്ഞിട്ട് രവിയുടെ അരികിൽ നിന്ന് പോവാണ് കേട്ടോ ചന്ദ്ര. അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നുള്ള കാര്യം കേട്ടപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അച്ഛമ്മയോടുള്ള സ്നേഹം ഇങ്ങനെ തേൻ പോലെ ഒഴുകുവാണ് കേട്ടോ ചെയ്യുന്നത്. അത് കിട്ടാൻ വേണ്ടി മാത്രം. ഡെയിലി ചെമ്പനി പൂ സീരിയലിന്റെ എപ്പിസോഡ് വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.